നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2 ദിവസം മുന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ വിവരങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ പരീക്ഷയ്ക്കും വരുന്ന പരീക്ഷകൾക്കൊക്കെ ഇത് ഉപകാരപ്രദമാവും. നോക്കാം. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങിയ സംസ്ഥാനം കർണാടകയാണ്. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങിയ സംസ്ഥാനം കർണാടക. ദെൻ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് മനീഷ് ഖന്ന. ദെൻ സ്ഥാപക നേതാവിൻ്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത രാജ്യം ബംഗ്ലാദേശാണ്. മുജീബുൾ റഹ്മാൻ്റെ ചിത്രമാണ് നീക്കിയത്. അദ്ദേഹം രാഷ്ട്രപിതാവ് അല്ലെന്നും ബംഗ്ലാദേശ് പ്രഖ്യാപിക്കുകയുണ്ടായി. ദെൻ ഏത് ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനമാണ് പഴയ ലോഗോ പുനഃസ്ഥാപിച്ചത്? സുപ്രീം കോടതിയാണ്. ഏത് ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനമാണ് പഴയ ലോഗോ പുനഃസ്ഥാപിച്ചത്? സുപ്രീം കോടതി. മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ കാലത്താണ് പുതിയ ലോഗോ കൊണ്ടുവന്നത്. ദെൻ അടുത്ത ചോദ്യം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. ദെൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം ചൂടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. കന്നി കിരീട നേട്ടം ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ റോയൽ ചലഞ്ചേഴ്സാണ് ഇപ്രാവശ്യത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയത്. ദെൻ ദക്ഷിണ കൊറിയൻ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ലീ ജെ മ്യൂങ് ആണ്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ് ലീ ജെ മ്യൂങ്. ദെൻ കാൽ നൂറ്റാണ്ടായി മുരടിച്ചു കിടക്കുന്ന ഏത് റെയിൽ പദ്ധതിയാണ് കേരളത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി കിട്ടിയത്? അങ്കമാലി ശബരിപാതയ്ക്കാണ് പുതിയതായിട്ട് അനുമതി ലഭിച്ചത്. ദെൻ UN പൊതുസഭയുടെ അടുത്ത പ്രസിഡൻ്റായി നിയമിതനായത് അനലീന ബാർബോക്ക്. ദെൻ അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം മനിലയാണ്, ഫിലിപ്പൈൻസിലെ മനില. അത് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക. മുൻ വർഷത്തെ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. ദെൻ നമുക്ക് ഇവിടുത്തെ ചോദ്യം എന്താണ്? അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണെന്നാണ്? ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനില. ദെൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ CR പ്രസാദാണ്. ഡോക്ടർ CR പ്രസാദ്. ദെൻ കൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന ഒരു പദ്ധതിയാണ് പരിഷ്കരിക്കുന്നത്. ഏതു പദ്ധതിയാണ് പരിഷ്കരിക്കുന്നത് എന്നാണ് ചോദ്യം. കാവൽ എന്ന പദ്ധതിയാണ് പരിഷ്കരിക്കാൻ പോകുന്നത്. ദെൻ ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. അപ്പോൾ സന്ദേശങ്ങളൊക്കെ പ്രത്യേകം നോക്കി വയ്ക്കുക. ഓരോ കൊല്ലത്തെയും ഒരു 2-3 കൊല്ലത്തെയെങ്കിലും ഈ പറഞ്ഞ പരിസ്ഥിതി ദിനം, ജലദിനം, വനദിനം തുടങ്ങിയ ദിനങ്ങളുടെ സന്ദേശങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് എന്ന് നടക്കും? 2026 ഒക്ടോബർ 1 നടക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുമ്പ് നടന്നത് 1931 കേട്ടോ. ദെൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ആർച്ച് പാലം ചെനാബ് പാലമാണ്. 2025 ജൂൺ 6 ഉദ്ഘാടനം ചെയ്തത്. നദീനിരപ്പിൽ നിന്നും 356 മീറ്റർ ഉയരമാണ്. 359 മീറ്റർ ഉയരത്തിലാണ് ഈ ചെനാബ് പാലം. ചെനാബ് നദിക്ക് കുറുകെയാണ്. ചെനാബ് നമുക്കറിയാം സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദികളിലൊന്നാണ്. ദെൻ അടുത്തത് നോക്കാം. വിദേശ രാജ്യങ്ങൾക്കുള്ള അലുമിനിയം, ഇരുമ്പുരക്ക് എന്നിവയുടെ ഇറക്കുമതി തീരുവ 50% ഉയർത്തിയ രാജ്യം? വിദേശ രാജ്യങ്ങൾക്കുള്ള അലുമിനിയം, ഇരുമ്പുരക്ക് എന്നിവയുടെ ഇറക്കുമതി തീരുവ 50% ഉയർത്തിയ രാജ്യം US ആണ്. ദെൻ UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ച രാജ്യം പാകിസ്ഥാനാണ്. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ സമിതിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ച രാജ്യം പാകിസ്ഥാൻ. ദെൻ ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ചിലാണ്. 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ചിൽ. ദെൻ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് US ആണ്. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരർക്കാണ് US ഈയിടെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ദെൻ
ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച കമ്പനി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ആണ്. ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കിനാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനത്തിന് ലഭിച്ചത്. ദെൻ ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരൻ അശോക് എള്ളുസ്വാമിയാണ്. അശോക് എള്ളുസ്വാമി. ദെൻ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജി പിൻ ആവിഷ്കരിച്ചത് തപാൽ വകുപ്പാണ്. അപ്പോൾ ഇനി മുതൽ ഡിജി പിൻ ആയിരിക്കും നമുക്കുണ്ടാവുക. തപാൽ വകുപ്പിൻ്റെ പുതിയ പദ്ധതിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നോക്കി വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.